24 നിന്ന് മമ്മൂട്ടിയെ കണക്ട് ചെയ്യണേ. എന്നിട്ട് ചോദിക്ക് നാണമുണ്ടോ മിസ്റ്റർ എന്ത് പ്രഹസനമാണ് സജി. അഖിൽമാരോർ തൃക്കാക്കരയിൽ 2 മാസം അങ്ങനെ പുറത്തു വന്നു. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഞാനേ ചിന്തോയിപ്പുള്ള ആൾക്കാർക്ക് സീറ്റ് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ. സൂചിപ്പിക്കില്ലേ ഞാൻ നാരങ്ങോളത്തിൽ വീണു. അതുപോട്ടെ ഞാൻ നാരങ്ങോളത്തിൽ അതെ അതെ അതല്ല ഉദ്ദേശം. എന്റെ അഖിൽ ഏതിലും ഒന്ന് പറ. ഇനി പറഞ്ഞോട്ടെ ഹാഷ്മി, ഒരു മിനിറ്റ് പോവല്ലേ ഹാഷ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവൻ എന്ത് ഒലക്ക കണ്ടിട്ടാണ് ഒന്ന് പറഞ്ഞോട്ടെ. ഏത് ഒലക്ക പ്രത്യേകത? പറയാം. 2021 എന്റെ ഒരു സിനിമ ഇറങ്ങി, ഒരു താത്വിക അവലോകനം. 3 രാഷ്ട്രീയ പാർട്ടികളെ എതിർത്ത് ഒരു സ്വതന്ത്രം ജയിക്കുന്ന സിനിമയാണ് ഞാൻ എഴുതിയത്. എഴുതിയ സമയത്ത് ഞാൻ സാബു ജേക്കബിനെ വിളിച്ചു. അങ്ങ് മുന്നോട്ട് വെക്കുന്ന 3 രാഷ്ട്രീയ പാർട്ടികളെയും തള്ളിപ്പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇവർക്ക് കിഴക്കമ്പലത്തിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയമില്ല. ഇവരുടെ രാഷ്ട്രീയം വ്യാപിപ്പിക്കാൻ ഇവർക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അല്ലെങ്കിൽ ഞാൻ 2021 പോയി സ്ഥാനാർത്ഥി മത്സരിച്ചതാണ്. എന്റെ പൊന്ന് ഹാഷ്മി, ഒരു കാര്യം പറയുന്നു, ഒന്ന് കേട്ടിട്ട് മറുപടി പറ. അത് കണ്ടിട്ടാണോ താങ്കൾ പോയി മത്സരിച്ചത്? ഈ രാജ്യത്തെ മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ. അങ്ങനെയുള്ള ഒരു സാബുവിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയത്തിൽ ആകർഷണമായി പോയി എന്ന് പറഞ്ഞാൽ അത് ആമാശയ രാഷ്ട്രീയമാണ്. 40 കോടിയുടെ വീതം കിട്ടില്ല, 3 കോടി രൂപ പദവിയും പണവും അല്ലാതെ എന്താ നിങ്ങളുടെ പ്രശ്നം? അവരുടെ വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ്. എനിക്ക് ഈ നാടിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സത്യത്തിൽ നിങ്ങൾക്ക് എന്താ? നേരത്തെ പറഞ്ഞു പദവി പറഞ്ഞുതരാം. പദവി ഇല്ലാതെ പ്രവർത്തിക്കും. ഇപ്പൊ പറയുന്നു പദവി വേണം. എനിക്ക് പദവി വേണമെന്നേ. ഗുളിക ഓടിക്കേണ്ട സമയം. ഗാന്ധിയും നെഹ്റുവും പട്ടേലും അംബേദ്കറും അല്ലെങ്കിൽ കരുണാകരനും ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധി ഒന്നും ബിഗ് ബോസിൽ പോയി രാഷ്ട്രീയക്കാരായതല്ല. അവരൊക്കെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത്. സൗകര്യം നിലപാട് മാറ്റി പറഞ്ഞ് പണത്തിന്റെ പങ്കുപറ്റാൻ കിട്ടാതെ വന്നപ്പോ വഴക്ക് കൂടി പുറത്തു വന്നു. ആഴ്ചയിൽ പാർട്ടി മാറി, മഴക്കാർ മാറുമ്പോ മുന്നണി മാറുന്ന പരിപാടിയല്ല. മനസ്സിലായില്ലേ? സന്ദീപ് വാര്യർ ഏത് പാർട്ടിയിലായിരുന്നു? സന്ദീപ് വാര്യർ വന്ന് കോൺഗ്രസ് വന്നിട്ട് കോൺഗ്രസിൽ ഉറച്ചു നിന്നു. നിലപാടുണ്ട്, നിലപാടിൽ ഉറച്ചു. ഞാൻ ഏത് പാർട്ടിയിലായിരുന്നു? താങ്കൾ ഏത് പാർട്ടിയിലാണ്? താങ്കൾക്കറിയോ? താങ്കൾ ഇപ്പൊ ഏത് പാർട്ടിയിലാണ്? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ജിൻഡോ പറയുന്നേ. താങ്കൾ ഇപ്പൊ മാറുമെന്ന് എനിക്കറിയില്ല. താങ്കൾ മെസ്സേജ് ഇട്ട് പാർട്ടി മാറിക്കളി. ഞാൻ ഏത് പാർട്ടിയിലാണ്? താങ്കൾ ഇപ്പൊ വേണമെങ്കിൽ മെസ്സേജ് ഇട്ട് ഞാൻ ഏത് പാർട്ടിയിലായിരുന്നു? ഏത് പാർട്ടിയിലാണ്? ഞാൻ എവിടുന്ന് മാറി വന്നു? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? താങ്കൾ ഏത് പാർട്ടിയിലാണ്? ആർക്കും അറിയില്ല. ഏത് പാർട്ടിയിലാണ്? അഖിൽ മാരാർ ജിന്തോയ്ക്കോ ആർക്കും അറിയത്തില്ല. എന്നോട് ചോദിച്ചു. താങ്കൾക്ക് അറിയാത്ത കാര്യം താങ്കൾ എന്നോട് ചോദിച്ചു. ഞാനത് ചോദിക്കരുതായിരുന്നു. താങ്കളുടെ പാർട്ടി, താങ്കളുടെ ഐഡിയോളജി താങ്കൾക്ക് അറിയാതെ എന്നോട് ചോദിക്കുന്നു. ഒരു മിനിറ്റ്. അരവിന്ദ് കെജ്രിവാളിന്റെ ആശയം എന്താ? അരവിന്ദ് കെജ്രിവാളിന്റെ ആശയം അഖിൽ മാരാരുടെ ആശയം പറയുന്നു. നന്നായിട്ട് അറിയായിരുന്നു ഈ ചോദ്യം തൊണ്ടേ കുരുങ്ങി. അത്